ഷുഡ്, വുഡ്, കുഡ്. പലർക്കും ചില കൺഫ്യൂഷനുണ്ട്. കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണ് ഇതിനുള്ളത്. ഓരോ അർത്ഥം എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഷുഡ്, ഷോളിൻ്റെ പാസ്റ്റാണ് ഷുഡ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മളൊരു റെക്കമെൻഡേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷുഡിനെ ഒരു കാര്യം ചെയ്യണം പറയണം എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ നമ്മൾ ഈ മലയാള അർത്ഥം കിട്ടേണ്ടപ്പോഴാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുള്ളത്. ഷോളിൻ്റെ പാസ്റ്റാണ് നമ്മൾ മറക്കരുത്. ഒരു റെക്കമെൻഡേഷൻ, യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഫോർ ബെറ്റർ ഹെൽത്ത്. അവിടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യണത്. നീ നന്നായിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കണം, നല്ല ഹെൽത്തിന് വേണ്ടിയിട്ട്. അത് റെക്കമെൻഡേഷൻ അല്ലേ, അപ്പോൾ അവിടെ ഷുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒബ്ലിഗേഷൻ, ഡ്യൂട്ടി, ഇതൊക്കെ പറയേണ്ട സമയത്ത് നമ്മൾ ഷുഡ് ഉപയോഗിക്കും. ഇപ്പം നീ നാളെ ഡ്യൂട്ടിക്ക് വരണം, അല്ലെങ്കിൽ ജോലിക്ക് വരണം, ഇതൊക്കെ പറയുമ്പോൾ അത് നിന്റെ ഡ്യൂട്ടിയാണ്, നിന്റെ ഒബ്ലിഗേഷനാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ യു ഷുഡ് കം ടു ഡ്യൂട്ടി ടുമാറോ. വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ യു ഷുഡ് സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ് ടുമാറോ. യു ഷുഡ് സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ് ടുമാറോ. അത് നിന്റെ ഡ്യൂട്ടിയാണ്, അത് നിന്റെ ഒബ്ലിഗേഷനാണ്. നീ ഇത് അസൈൻമെൻറ്റ് നാളെ സബ്മിറ്റ് ചെയ്യണം, സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടിയും ഒബ്ലിഗേഷനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇപ്പോൾ ഷുഡ് പറഞ്ഞത്. ഇനി ഒരു എക്സ്പെക്ടേഷനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. ദ വെദർ ഫോർകാസ്റ്റ് സെയ്സ് ഇറ്റ് ഷുഡ് റെയിൻ ടുമാറോ. ദ വെദർ ഫോർകാസ്റ്റ് സെയ്സ്, വെദർ ഫോർകാസ്റ്റ് കാലാവസ്ഥാ പ്രവചനം പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് റെയിൻ ടുമാറോ. നാളെ മഴ പെയ്യും എന്നാണ് പറയുന്നത് വെദർ ഫോർകാസ്റ്റ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഡ് എക്സ്പെക്ടേഷൻ പറയാൻ വേണ്ടിയിട്ടും അവിടെ ഷുഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയേണ്ട സമയത്ത് നമുക്ക് ഷുഡിനെ ഉപയോഗിക്കാം. അതൊക്കെ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഷുഡ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, ഇതിവിടെ പോസിബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. വായിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ഷീ ഷുഡ് അറൈവ് അറ്റ് ദ എയർപോർട്ട് നൗ. ഷീ ഷുഡ് അറൈവ് അറ്റ് ദ എയർപോർട്ട് നൗ. അവൾ എയർപോർട്ടിൽ ഇപ്പോൾ എത്തണം. എന്താണ്, അതൊരു പോസിബിലിറ്റി ആയിട്ടാണ് അവിടെ ഷുഡിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ കണ്ടീഷണൽ ആയിട്ടും ഇതിനെ ഒരു ഇഫൊക്കെ വെച്ചിട്ട് പറയാറില്ലേ, കണ്ടീഷണൽ ആയിട്ടും നമ്മൾ പറയാറുണ്ട്. ഇഫ് യു ഷുഡ് നീഡ് എനി അസിസ്റ്റൻസ് പ്ലീസ് ലെറ്റ് us know. ഇഫ് യു ഷുഡ് നീഡ്, നിനക്ക് അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ എന്തെങ്കിലും സഹായം, പ്ലീസ് ലെറ്റ് us know. ഇഫ് കണ്ടീഷണൽ ആണെന്ന് അറിയുമല്ലോ. അപ്പോൾ ഇഫ് യു ഷുഡ് നീഡ്, നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഇങ്ങനെയുള്ള ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഷുഡിനെ ഉപയോഗിക്കുക. ഇനി നമ്മൾക്ക് വുഡ് നോക്കാം. വുഡ് നമ്മൾ സാധാരണ വില്ലിൻ്റെ പാസ്റ്റാണ് എന്നറിയുമല്ലോ. അത് ചോദ്യം നമുക്ക് ചോദിക്കാം, നല്ല മാന്യമായിട്ടുള്ള ചോദ്യം ചോദിക്കാനും നമ്മൾ വുഡിനെ ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഐ വുഡ് ട്രാവൽ, ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വുഡ് എന്നുള്ളത് ആയിരുന്നു, പാസ്റ്റിലുള്ള കാര്യത്തിനെ കുറിച്ച് പറയാൻ വുഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആയിരുന്നു എന്നുള്ള അർത്ഥം അതിനുണ്ടെന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ഉണ്ട്. അപ്പോൾ ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. എനിക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ വേൾഡ് ട്രാവൽ ചെയ്യുമായിരുന്നു. എന്നുള്ളതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വുഡ് യു പ്ലീസ് ഗീവ് മീ 50 റുപ്പീസ്. നമ്മൾ മാന്യമായിട്ട് 50 രൂപ എനിക്ക് തരുമോ ചോദിക്കുകയാണ്. വുഡ് യു പ്ലീസ് ഗീവ് മീ, ചോദ്യം, നല്ല മാന്യമായിട്ടൊരു ചോദ്യം ചോദിക്കാനും നമ്മൾ വുഡ് ഉപയോഗിക്കുന്നുണ്ട്. വുഡ് യു പ്ലീസ് ഗീവ് മീ 50 റുപ്പീസ്. നല്ല മാന്യമായിട്ടുള്ള ചോദ്യമാണ് വുഡ് വെച്ചിട്ടുള്ളത്. വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി എന്ന് നമ്മൾ ചോദിക്കാറില്ല. നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത്, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനും വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി വുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി പാസ്റ്റ് ഹാബിറ്റ് പറയുകയാണെങ്കിൽ മുമ്പത്തെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ, പണ്ടെന്നോ നടന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ആയിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു, ഞാൻ പോകുമായിരുന്നു പറയില്ലേ, അപ്പോഴും നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശീനെയും വിസിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ വുഡ്, ഐ വുഡ് വിസിറ്റ്, പണ്ടെങ്ങോ ചെയ്തിരുന്ന കാര്യമാണ്. ഐ വുഡ് വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ് വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഇനി ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, അങ്ങനെ നമുക്ക് വുഡ് ഉപയോഗിക്കാൻ കഴിയും. ഹീ സെഡ് ഹീ വുഡ് കോൾ മീ ടുമാറോ. അവൻ പറഞ്ഞു അവൻ നാളെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ പറയില്ലേ, അവൻ മറ്റൊരാളോട് പറഞ്ഞു ഹീ സെഡ് ഹീ വിൽ കം ടുമാറോ. ഇത് നമ്മൾ റിപ്പോർട്ടഡ് ആക്കി പറയുമ്പോൾ വില്ലെന്താവും, വുഡായിട്ട് മാറും. ഹീ സെഡ് ഹീ വുഡ് കം ടുമാറോ. അർത്ഥത്തിൽ വ്യത്യാസമൊന്നും വരില്ല. അതിൽ വില്ല് പോയിട്ട് വുഡാവുന്നേ ഉള്ളൂ. മീനിങ്ങിലൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല അങ്ങനെ മാറ്റുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വുഡിനെ ഉപയോഗിക്കുന്നത്. ഇനി അതുകൂടാതെ കുഡ് എന്ന് പറയുന്നത് അറിയാലോ, കാനിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ അതും ആയിരുന്നു, പണ്ട് ഒരു കഴിവിനെ കുറിച്ച്, എബിലിറ്റിയെ കുറിച്ചാണ് കാനും കുഡും പറയുന്നത്. അവനത് ചെയ്യാൻ കഴിഞ്ഞു, കുഡ് ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിഞ്ഞു.
ഹി കുഡ് നോട്ട് ഡു ഇറ്റ്. അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരാൾ അസുഖമായിട്ട് കിടക്കുകയാണ്, അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അപ്പോൾ അയാളോട് നമുക്ക് ക്യാൻ യു സ്റ്റാൻഡ് അപ്പ് എന്ന് ചോദിക്കാം. കാരണം ആ എബിലിറ്റി, ആ നിൽക്കാൻ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ക്യാൻ യു വാക്ക്, ഇപ്പോൾ നടക്കാൻ വയ്യാത്ത ഒരാളാണെങ്കിലും പ്രയാസപ്പെട്ട് നടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ക്യാൻ യു വാക്ക് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അത് എബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. വെൻ ഐ വാസ് യങ്ങർ ഐ കുഡ് റൺ വെരി ഫാസ്റ്റ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, ഇളയതായിരുന്നപ്പോൾ ഐ കുഡ് റൺ, എനിക്ക് ഇവിടെ കുഡ് റൺ വെരി ഫാസ്റ്റ്, എനിക്ക് വളരെ സ്പീഡിൽ ഓടാൻ കഴിയുമായിരുന്നു. കുഡ് റൺ. അപ്പോൾ കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥമാണ് കുഡിന് അവിടെ വന്നത്. വെൻ ഐ വാസ് യങ്ങർ ഐ കുഡ് റൺ വെരി ഫാസ്റ്റ്. എനിക്ക് വളരെ സ്പീഡിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഓടാൻ കഴിയുമായിരുന്നു. അപ്പോൾ കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കുഡ്, പാസ്റ്റിനാണ് ഇവിടെ കുഡ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ, കുഡ് യു പ്ലീസ്. നല്ല മാന്യമായിട്ടുള്ള ചോദ്യം ചോദിക്കാനും കുഡിനെ വെച്ചിട്ട് നമ്മൾക്ക് കുഡിനെ ആദ്യം കൊണ്ടുവന്ന് ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ഇതാണ് കുഡിൻ്റെ രീതി. ഷീ കുഡ് ഹാവ് അറ്റൻഡഡ് ദ പാർട്ടി, അവൾക്ക് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ കുഡാണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പോസിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഷീ കുഡ് ഹാവ് അറ്റൻഡഡ് ദ പാർട്ടി. ഇനി പൊളൈറ്റ് ആയിട്ടുള്ള നമ്മൾ റിക്വസ്റ്റ്, ഒരാളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുക, വളരെ മര്യാദയോട് കൂടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുഡ് യു പ്ലീസ് ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ, നിനക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയുമോ, കുഡ് യു പ്ലീസ്. നല്ല സഭ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്, അതും ചോദിക്കാൻ നമ്മൾ കുഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി കണ്ടീഷണൽ, നേരത്തെ വുഡ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കുഡിലും കണ്ടീഷണൽ ആയിട്ടുണ്ട്. ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ കുഡ് ഹെൽപ്പ് യു. ഇഫ് ഐ ഹാഡ് മോർ ടൈം, എനിക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നുവെങ്കിൽ ഐ കുഡ് ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷുഡ്, വുഡ്, കുഡ് ഇതിൻ്റെ പ്രയോഗം. വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ് എന്ന് അറിയുമല്ലോ, ക്യാനിൻ്റെ പാസ്റ്റാണ് അതുപോലെ കുഡ്, ഷാളിൻ്റെ പാസ്റ്റാണ് ഷുഡ്. അപ്പോൾ ഇതിലൊരു പോസിബിലിറ്റിയെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നുണ്ട്, ഷുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പാസ്റ്റ് പോസിബിലിറ്റിക്ക് കുഡും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് തരം തിരിച്ച് ആ സന്ദർഭത്തിന് കോണ്ടെക്സ്റ്റിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ കുഡ് എന്ന് പറയുമ്പോൾ കഴിയുമായിരുന്നു, പക്ഷേ വുഡിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യുമായിരുന്നു, ഞാൻ കളിക്കുമായിരുന്നു, അതാണ്. കുഡാവുമ്പോൾ കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് വരുന്നത്. കോണ്ടെക്സ്റ്റിനനുസരിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുക. അത്ര കൺഫ്യൂസിങ് ഒന്നുമല്ല ഷുഡും പിന്നെ വുഡും കുഡും. താങ്ക് യു.